ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് ക്രിസ്തുവിൻ്റെ ഉയർപ്പ്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമെന്ന് വിശുദ്ധനായ പൗലോസ്ലീഹ 1 കൊരിന്ത്യർ 15-14 നമ്മളെ പഠിപ്പിക്കുന്നു. ഉയർപ്പ് എന്ന ശിലയിൽ പണിയപ്പെട്ടതാണ് പരിശുദ്ധ സഭ. അതുകൊണ്ട് ഈസ്റ്ററിനെ പെരുന്നാളുകളുടെ പെരുന്നാളായാണ് പരിശുദ്ധ സഭ എന്നും കാണുന്നത്. ക്രിസ്തുമസ് ദൈവപുത്രൻ മനുഷ്യാകാരം എടുത്തതിൻ്റെ സ്മരണയാണെങ്കിൽ, ഈസ്റ്റർ യേശു വീണ്ടും ദൈവീകാകാരം തിരികെ സ്വീകരിച്ചതിൻ്റെ അനുസരണമായി നമുക്ക് കാണാം. ഉയർപ്പ് സത്യത്തിൽ പ്രത്യാശയുടെ പെരുന്നാളാണ്. ചെയ്യാത്ത കുറ്റം ആരോപിച്ച്, അന്യായമായി വിധിച്ച്, ക്രൂരമായി പീഡിപ്പിച്ച്, കുരിശിൽ തറച്ചു കൊന്ന്, കല്ലറയിൽ അടക്കി, കല്ലുരുട്ടി വെച്ച് കാവൽ നിർത്തിയാലും നിരാശരാകരുത്. സത്യം അധികം താമസിയാതെ ഉയർക്കുമെന്നുള്ള വലിയ പ്രതീക്ഷ ലോകത്തിന് നൽകുന്ന പ്രത്യാശയുടെ വലിയ പെരുന്നാളാണ് ഈസ്റ്റർ. യേശുവിൻ്റെ മരണത്തോടെ നിരാശ നിറഞ്ഞ ശിഷ്യർക്ക്, വിശുദ്ധ മാതാവിന്, ക്രൂശിനരികെ ഉണ്ടായിരുന്ന അമ്മമാർക്ക്, മഗ്ദലക്കാരി മറിയ ഉൾപ്പെടെ യേശുവിനെ സ്നേഹിച്ച സകലർക്കും ഉയർപ്പ് പകർന്നത് പ്രത്യാശയുടെ പ്രസരിപ്പിൻ്റെ പൊൻവെളിച്ചമാണ്. ജീവിത പ്രശ്നങ്ങളിൽ നിരാശരാകുന്ന ആളുകളുടെ എണ്ണം നമ്മുടെ ചുറ്റുവട്ടത്ത് വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജീവിത പ്രതിസന്ധിയിൽ അമ്മമാർ കുട്ടികളെയും കൂട്ടി ആത്മഹത്യയുടെ വഴി തിരഞ്ഞെടുക്കുന്നത് ഹൃദയം തകർക്കുന്ന ഈ നാളുകളിലെ ഒരു കാഴ്ചയാണ്. പ്രശ്നങ്ങളിൽ നിരാശരായി മാരക ലഹരിക്ക് അടിമപ്പെടുന്നവരുടെ എണ്ണം വളരെ ഭയാനകമായ വിധത്തിൽ നമ്മുടെ കേരളത്തിൽ കൂടി വരുന്നു. പ്രിയപ്പെട്ടവരെന്ന് പ്രതീക്ഷയ്ക്ക് വിപരീതമായ വേദനാജനകമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രത്യാശ ചോർന്ന്, നിരാശ നിറഞ്ഞ്, ഒടുവിലത് പകയും കലിയും വെറുപ്പുമായി മാറി അക്രമത്തിലേക്കും ക്രൂരതയിലേക്കും കൊലപാതകത്തിലേക്കും വഴിമാറുന്നത് മലയാളക്കരയിൽ നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈസ്റ്റർ നൽകുന്ന ആത്മീയ പാഠങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ജീവിതത്തിൽ എത്രമാത്രം പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരാജയങ്ങളും ഉണ്ടായാലും നിരാശപ്പെടരുത്. പ്രത്യാശയോടെ കാത്തിരുന്നാൽ അതിൽ നിന്നെല്ലാം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുമെന്ന് ഈസ്റ്റർ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രശ്നങ്ങൾ രാത്രി എത്ര വൈകിയാലും പരിഹാരത്തിൻ്റെ പ്രഭാതം, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പൊൻപുലരി പൊട്ടി വിരിയുക തന്നെ ചെയ്യുമെന്ന് ഈസ്റ്റർ നമ്മളെ പഠിപ്പിക്കുന്നു. ദുഃഖങ്ങളെല്ലാം മാറുന്ന കാലം വരും. വേദനകൾക്കെല്ലാം ആശ്വാസമുണ്ടാകും. പരാജയങ്ങൾക്കപ്പുറത്ത് വിജയം കാത്തിരിപ്പുണ്ട്. സഹനങ്ങൾക്കെല്ലാം അർത്ഥമുണ്ട്. മരണം മതിലല്ല, ഒരു വാതിലാണ്. മരണമെന്ന വാതിൽ കടന്ന് നാം ഉയർപ്പിലേക്കും നിത്യജീവനിലേക്കും പ്രവേശിക്കും. കഷ്ടതയുടെ കുരിശനുഭവങ്ങൾക്കെല്ലാം ഒടുവിൽ ഒരു കിരീടമുണ്ട്. ഒറ്റ നിബന്ധന മാത്രം: ദൈവത്തിൽ ആശ്രയിച്ച് പ്രത്യാശയോടുകൂടെ ജീവിതത്തിൽ മുന്നേറുക. എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ. ദൈവം അനുഗ്രഹിക്കട്ടെ.